വെല്ലുവിളികളെ തുഴഞ്ഞുമാറ്റി സാഗരത്തിന്റെ ഹൃദയം തൊട്ട നാവികസേനയിലെ വനിതാ കമാൻഡർമാരെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവിക സാഗർ പരിക്രമയുടെ ഭാഗമായി INS തരിണിയിൽ ലോകം ചുറ്റിയ മലയാളി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, പുതുച്ചേരി സ്വദേശിനി കെ രൂപ എന്നിവരുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചുമാണ് മോദി വാചാലനായത്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയെത്തുന്ന ആദ്യത്തെ ഭാരതീയ വനിതകളാണ് ദിൽനയും രൂപയും. കോഴിക്കോട് സ്വദേശിനിയാണ് കെ ദിൽന. 2024 ഒക്ടോബർ 2 ആരംഭിച്ച യാത്ര 238 ദിവസം പിന്നിട്ട് 2025 മെയ് 29 അവസാനിച്ചത്. 4 സമുദ്രങ്ങൾ താണ്ടിയ ഇരുവരുമായി പ്രധാനമന്ത്രി സംസാരിച്ച ശബ്ദ സന്ദേശവും മൻ കി ബാത്തിൽ പുറത്തുവിട്ടു. ജീവിതം മാറ്റിമറിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് ഇരുവരും പ്രധാനമന്ത്രിയോട് പറഞ്ഞു. കൊടുങ്കാറ്റുൾപ്പെടെ പല വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നു. അടിയന്തര സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഭാരതീയ നാവികസേനയുടെ പരിശീലനം കരുത്തേകിയെന്നും ഇരുവരും പറഞ്ഞു. हमारा यात्रा में बहुत सारा एडवर्स चैलेंजेस सब थे सर. हम इस एक्सपेडिशन में कई चैलेंजेस फेस करना पड़ा. स्पेशली सर सदर्न ओशन में हमेशा मौसम बुरा होता है. हमें 3 तूफानों को भी फेस करना पड़ा. और सर हमारा बोट सिर्फ 17 मीटर का है और लेंथ में उसका विड्थ है सिर्फ 5 मीटर. तो कभी कभी कुछ लहरें आती थी जो 3 स्टोरी बिल्डिंग से भी बड़ी थी सर. और हमने बहुत ज्यादा गर्मी और बहुत ज्यादा सर्दी दोनों फेस किया है हमारे जर्नी में. अंटार्कटिका में सर जब हम सेल कर रहे थे, हमारा टेम्परेचर 1 डिग्री सेल्सियस और 90 किलोमीटर पर आवर का हवा दोनों एक साथ हमको सामना करना पड़ा था. और हमने ठंड से बचने के लिए 6 to 7 लेयर कपड़े एक साथ पहनते थे और पूरा सदर्न ओशन हमने ऐसी 7 लेयर ऑफ क्लोथिंग से किया सर. एंड कभी कभी हम गैस स्टोव लेके हमारा हाथ को गर्म करते थे सर. और कभी ऐसे सिचुएशंस भी होते हैं जब हवा बिल्कुल नहीं होता है और हम सेल्स पूरा नीचे करके हम ड्रिफ्ट होते रहते हैं. और ऐसे वाले सिचुएशन में एक्चुअली सर हमारे पेशेंस टेस्ट होता है. ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശമായ പോയിന്റ് നിമോയിലെത്തിയ ആദ്യ ഭാരതീയരാണ് ഇരുവരും. യാത്രക്കിടെ 4 ഇടങ്ങളിൽ തങ്ങിയെങ്കിലും അവിടെ സഹായമൊരുക്കാൻ ഭാരതീയർ ഉണ്ടായിരുന്നു. തങ്ങളുടെ വിജയം അവരുടേത് കൂടിയാണെന്നും ഇരുവരും പറഞ്ഞു. इस यात्रा में सबसे मेमोरेबल मोमेंट में बोलना चाहती हूँ सर कि हमने भारत की झंडा पॉइंट नीमो पर लहराया सर. पॉइंट नीमो दुनिया की सबसे रिमोटेस्ट लोकेशन पे है सर. वहाँ से सबसे पास कोई इंसान है तो वो इंटरनेशनल स्पेस स्टेशन में है. और वहाँ पे एक सेल बोट में पहुंचने वाला पहला भारतीय और पहला एशियन और दुनिया के पहला इंसान हम बने सर. और ये हमारे लिए गर्व की बात है. हमको बहुत अच्छा एक्सपीरियंस मिला सर. हमने 8 महीनों में 4 जगह पे रुकी थी सर. ऑस्ट्रेलिया, न्यूजीलैंड, पोर्ट स्टैनली और साउथ अफ्रीका सर. हर जगह पे एवरेज कितना समय रुकना होता था सर? हमने 14 डेज स्टे किया सर एक जगह पे. 14 डेज. करेक्ट सर. और सर हमने दुनिया के हर कोने में भारतीय को देखे सर. वो भी बहुत एक्टिव और बहुत कॉन्फिडेंस के साथ भारत का नाम रोशन कर रहे हैं. और हमको ऐसे लगा कि हमारा जो सक्सेस है सर वो अपना भी सक्सेस समझते थे. 4 ഭൂഖണ്ഡങ്ങളിലൂടെയും ഇന്ത്യൻ, പസഫിക്, അറ്റ്ലാന്റിക് മഹാസമുദ്രങ്ങളിലൂടെയും വെല്ലുവിളികൾ നിറഞ്ഞ ഓസ്ട്രേലിയയിലെ കേപ്പ് ലിവിൻ, ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെയും ഇരുവരും സഞ്ചരിച്ചു. ഓസ്ട്രേലിയയിലെ ഫ്രീമാൻഡിൽ, ന്യൂസിലൻഡിലെ ലിറ്റിൽടൺ, ഫോക്ലാൻഡ് ദ്വീപുകളിലെ പോർട്ട് സ്റ്റാൻലി, ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ എന്നീ തുറമുഖങ്ങളിലും യാത്രക്കിടെ എത്തി. പായ്ക്കപ്പൽ സാഹസിക യാത്രയിൽ ഏറെ അനുഭവ പരിചയമുള്ള കമാൻഡർ അഭിലാഷ് ടോമിയാണ് ഇരുവരുടെയും പ്രധാന പരിശീലകൻ. 2014 ലോജിസ്റ്റിക്സ് ഓഫീസറായാണ് കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന നാവികസേനയുടെ ഭാഗമായത്. 2017 ലഫ്റ്റനന്റ് കമാൻഡർ രൂപ നാവികസേനയുടെ ഭാഗമാകുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.